സിമി അമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുക്കിങ്ങിൽ ഞാൻ അത്ര വലിയ പുലിയൊന്നും അല്ല കേട്ടോ. പക്ഷെ അത്യാവശ്യം കുക്ക് ചെയ്യും. മോശമല്ലാത്ത രീതിയിൽ കഴിക്കാം. വലിയ ടേസ്റ്റ് കുറവൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അക്കാര്യത്തിൽ എൻ്റെ മോട്ടിവേറ്റർ എൻ്റെ മോളാണ് കേട്ടോ. എല്ലാ അമ്മമാരുടെയും കുക്കിങ്ങിലെ മോട്ടിവേറ്റർ അവരുടെ മക്കൾ തന്നെയാണല്ലോ. എന്തുണ്ടാക്കിയാലും അവർ പറയും എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളതെന്ന്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ എല്ലാ കാര്യത്തിലെയും എൻ്റെ നല്ലൊരു മോട്ടിവേറ്റർ എൻ്റെ മോള് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കുണ്ടാക്കാൻ അറിയാവുന്നത് സാധാരണ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന രീതിയിൽ മാത്രമാണ് എനിക്ക് ഇപ്പോഴും കുക്കിംഗ് അറിയാവുന്നുള്ളത്. യൂട്യൂബിൽ നിന്ന് നോക്കി പഠിക്കാനൊന്നും ഞാൻ അങ്ങനെ മെനക്കെടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു കണവ റോസ്റ്റാണ്. ഇത് പണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും വലിയ വ്യൂസ് ഒന്നും ഇല്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. ഈ കറിവേപ്പില കണ്ടോ, ഇത് എൻ്റെ ഫ്ലാറ്റിന് താഴെയുള്ള തസ്നി എനിക്ക് കൊണ്ട് തന്നതാണ് കേട്ടോ, നാട്ടിൽ പോയി വന്നപ്പോൾ. അപ്പോൾ ഇപ്പം അതും തീരാറായിട്ടുണ്ട്. തസ്നി വീണ്ടും നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് കറിവേപ്പില എന്തായാലും കൊണ്ടുവരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ തസ്നി, നീ ഇത് കാണുന്നുണ്ടല്ലോ, ഞാൻ കറിവേപ്പില പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ അധികം കുക്ക് ചെയ്യാത്തത് കൊണ്ട് തക്കാളിയൊക്കെ കിടന്ന് ചീത്തയാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, വാറ് തുടങ്ങിയപ്പോൾ ഇവിടെ നല്ല വില കയറ്റമാണ്. ഞാൻ ക്വാണ്ടിറ്റി കൂട്ടിയൊന്നും അങ്ങനെ വാങ്ങാറില്ല. പക്ഷേ ഉള്ള തക്കാളിയൊക്കെ കിടന്ന് ചീത്തയാകുന്നത് കൊണ്ട് അത് കളയണ്ട എന്ന് കരുതി കുറച്ച് കൂടുതൽ തക്കാളിയും സവാളയൊക്കെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ കണവയാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. അതും വളരെ ചെറിയ കണവയാണ് കിട്ടിയത്. അത് ഞാൻ ക്ലീനാക്കി എടുക്കാനായിട്ട് കുറച്ചധികം സമയവും എടുത്തു. കാരണം കണവ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്കങ്ങനെ അറിയില്ല, അതാണ് സത്യം. പിന്നെ യൂട്യൂബൊക്കെ നോക്കി ക്ലീൻ ചെയ്യാമായിരുന്നു. പക്ഷേ അതിനൊന്നും എനിക്ക് മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് എൻ്റെ ഉള്ള അറിവ് വെച്ച് ഞാനങ്ങ് ക്ലീൻ ചെയ്തു. എന്തായാലും ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കയ്പോ മറ്റ് ഇഷ്യൂസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, സാധാരണ പോലെ തന്നെ തക്കാളിയും സവാളയും ഒക്കെ വഴറ്റി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു, മുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിലേക്ക് അത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം എല്ലാ പൊടികളും ഇട്ടു. പൊടികളെന്ന് പറയുമ്പോൾ ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, ഇതൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണം മാറിയപ്പോഴേക്കും ഞാൻ കണവ ഇട്ട് കൊടുത്തു. അതും കഴിഞ്ഞിട്ട് അതിനൊരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്തത്. അത് ഇറക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരല്പം ഗരം മസാലയും ഇട്ട് കൊടുത്തു. അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ അതിലങ്ങനെ നിലനിൽക്കുക. അപ്പോൾ ഞാനിങ്ങനെയാണ് കണവ റോസ്റ്റ് ഉണ്ടാക്കിയത്. നിങ്ങളും ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.